പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നത്തെ വചനഭാഗം ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 27-ാം വാക്യം. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, രണ്ട് കാര്യം: ദൈവകൃപ നിറഞ്ഞവള്, രണ്ടാമത് ദൈവം നിന്നോടുകൂടെ. ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്ന ഈ രണ്ട് കാര്യമാണ്. നന്മയാൽ നിറയുക, ഒപ്പം ദൈവം നമ്മോട് കൂടെ, ദൈവത്തോടു കൂടെ നാം. യേശുവിൽ പ്രിയമുള്ളവരെ, നന്മ നിറയുമ്പോൾ അവിടെ ശൂന്യതയില്ല, തിന്മയ്ക്ക് അവിടെ സ്ഥാനമില്ല. നന്മയെ നിറഞ്ഞ് ജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കും. പരിശുദ്ധ കന്യാമറിയത്തെ ജീവിതം നന്മയാൽ നിറഞ്ഞവളായിരുന്നു, അവന് തിന്മ ഒന്നുമില്ലായിരുന്നു. എങ്കിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോട്, അമ്മയുടെ മാധ്യസ്ഥയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ അമ്മേ, ഞങ്ങളെയും നന്മയിൽ പൂരിതയാക്കുവാൻ വേണ്ടി, ഞങ്ങളെയും നന്മയിൽ നിറയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ടാമത് എന്താണ്? ദൈവം നിന്നോട് കൂടെ. പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, കന്യാമറിയത്തോട് പറഞ്ഞു. എങ്കിൽ പ്രിയമുള്ളവരെ, ദൈവ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കാൻ എന്നും അമ്മയ്ക്ക് സാധിച്ചിരുന്നുവെങ്കിൽ നമുക്ക് അമ്മയുടെ മധ്യസ്ഥയെ പ്രാർത്ഥിക്കാം. ദൈവ സാന്നിധ്യത്താൽ ദൈവത്തെ നിറവനുഭവിച്ചും ജീവിക്കാൻ എന്നെ സഹായിക്കാനേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രത്യേകിച്ച് നമ്മുടെ നിയോഗം ദൈവസന്നിധി സമർപ്പിക്കാം. ഗാകുൽത്ത വാഗ്ദത്തം എടുത്ത മക്കളെ, നിങ്ങളുടെ നിയോഗം ദൈവത്തിന്റെ പക്കലേക്ക് സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ നിയോഗങ്ങൾ ദൈവസന്നിധി സമർപ്പിച്ചു. തീർച്ചയായിട്ടും ദൈവം നിങ്ങളുടെ നിയോഗങ്ങൾ ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ അമ്മയെപ്പോലെ നമുക്ക് നന്മയെ ജീവിക്കുവാൻ ദൈവം നമ്മെ ഇന്ന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈശോയുടെ കൂടെ ആവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അച്ഛനീശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മ സഹവാസവും നന്മ സ്വീകരിക്കാൻ തടസ്സം നിൽക്കുന്ന എല്ലാ അവസ്ഥയും മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എല്ലാവരും നന്മ കാണുവാൻ, നന്മയും നിറഞ്ഞീവിക്കാൻ ദൈവം ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. നന്മ നിറയുമ്പോൾ കർത്താവായ ദൈവമേ, നീയാ നിറയപ്പെടുകയാണ്. എന്നാൽ നന്മാസമയം യേശു, നന്മാസമയം ദൈവം. എങ്കിൽ ദൈവം വസിക്കുന്നൊരു വ്യക്തിയായി മാറിക്കൊണ്ട് നന്മയിൽ നിറഞ്ഞീവിക്കുവാൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.